ഇങ്ങനെ ആ ഒരു കാത്തിരിപ്പ് എല്ലാവരും ഇങ്ങനെ ആ തിരുവാഭരണ പേടകം ഭഗവാന്റെ പൂങ്കാവനത്തിലൂടെ അങ്ങ് തിരുമുൻപിലേക്ക് എത്താൻ 18-ാം പടിക്ക് താഴേക്ക് എത്താനുള്ള ആ ഒരു കാത്തിരിപ്പ് ഒരിക്കലും നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്ന ആ ഒരു കാര്യമല്ല. അതെല്ലാവരും പറയുന്നത് MG രാജമാണിക്യം പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു അനുഭവം വിവരിക്കുക അല്ലേ? തീർച്ചയായിട്ടും വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു അനുഭവം. ആ അനുഭവത്തിന് വേണ്ടിയുള്ള അനുഭവ സാക്ഷ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലേക്കാണ് സന്നിധാനം കിടക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര എത്തുമ്പോൾ ഒന്ന് വണങ്ങുന്നതിന് വേണ്ടി, വന്ദിക്കുന്നതിന് വേണ്ടി, പുഷ്പവൃഷ്ടി നടത്തുമ്പോൾ ആ ഭാഗത്ത് ഒന്ന് നിൽക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഭക്തരെ നമുക്ക് താഴെ നടപ്പന്തലിൽ നിന്ന് കാണാം. മരക്കൂട്ടം മുതൽ എത്രയോ മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ്. അതിനുശേഷം തിരുവാഭരണ വിഭൂഷിതനായി ഭഗവാൻ മാറുമ്പോൾ, പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുമ്പോൾ അത് കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഭക്തരുടെ കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ തന്നെയുള്ള ആ ഒരു സമയത്തേക്ക് മാറുകയാണ്. സന്നിധാനം ഒട്ടാകെ മാറിയിരിക്കുന്നു. ആ കാലാവസ്ഥ പോലും മാറിയിരിക്കുന്നു. അല്പസമയം മുൻപ് വരെ പൊള്ളുന്ന വെയിലായിരുന്നു. ആ കാലാവസ്ഥ മാറി തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷേ കുറച്ച് ശാന്തമായ പോലെ എന്തൊക്കെയോ മാറ്റങ്ങൾ പ്രകടമാകുന്നത് പോലെ ആ മാറ്റങ്ങളിലേക്ക് തന്നെ ശബരിമല സന്നിധാനം നമ്മൾ ഇന്നലെ സംസാരിച്ച പോലെ തന്നെ ആ മാറ്റങ്ങളിലേക്ക് ഒന്നാകെ ശബരിമല സന്നിധാനം പോവുകയാണ്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ആ ഭഗവാന്റെ തിരുസന്നിധി ഒന്നാകെ ഇങ്ങനെ മാറുകയാണ്. അരുൺ, അതുപോലെ തന്നെ മിഥുൻ മുരളി, ശബരിമല സോപാനത്ത് നിൽക്കുന്ന അയ്യപ്പ ഭക്തരുടെ അനുഭവങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു മിഥുൻ മുരളിയും അരുൺ കൊടുങ്ങൂരും. സോപാനത്തും താഴെ തിരുമുറ്റത്തും അതോടൊപ്പം തന്നെ വലിയ നടപ്പന്തലിലും ഒപ്പം പാണ്ടിത്താവളത്തിലുമൊക്കെ ധാരാളം ഭക്തജനങ്ങൾ മകരവിളക്ക് കാണുന്നതിനായി തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പൊന്നു 18-ാം പടി അവസാനഘട്ട ഒരുക്കങ്ങൾ നടത്തുകയാണ് അയ്യപ്പ ഭക്തർ. കാരണം തിരുവാഭരണ പേടകങ്ങൾ കടന്നു വരുമ്പോൾ അതിൽ ആദ്യത്തെ പേടകം ഈ പൊന്നു 18-ാം പടി കടന്നാണ് സോപാനത്തേക്ക് പോകേണ്ടത്. അതിനാൽ തിരുവാഭരണത്തെ സ്വീകരിക്കുവാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ ശബരിമല സന്നിധാനത്ത് 18-ാം പടിക്ക് സമീപം കൊടിമരച്ചുവട്ടിലൊക്കെ അയ്യപ്പ ഭക്തർ നടത്തുന്നു. ഈ മകരവിളക്ക് കാണാൻ കഴിയുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെപ്പറ്റി കൂടി ഈ ഘട്ടത്തിൽ ഒന്ന് വളരെ വേഗത്തിൽ പരിശോധിക്കാം. ഒന്ന് നേരത്തെ സൂചിപ്പിച്ച ശബരിമല സന്നിധാനമാണ്. ശബരിമല സന്നിധാനത്ത് തിരുമുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ വളരെ നേരെ, അതായത് പൊന്നമ്പലമേട്ടിൽ ഈ മകരവിളക്ക് തെളിയുന്ന പൊന്നമ്പലമേട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ശബരിമല ശ്രീകോവിലിലെ വിളക്കുകൾ കാണാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും തിരുമുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ പൊന്നമ്പലമേട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ പാണ്ടിത്താവളവും വലിയ നടപ്പന്തലും അടങ്ങുന്ന ശബരിമല സന്നിധാനത്തെ സ്ഥലങ്ങൾ. ഇതുകൂടാതെ പമ്പയിലെ ഹിൽ ടോപ്പ്, അതുപോലെ KSEB ഓഫീസിൻ്റെ പരിസരം തുടങ്ങിയ സ്ഥലത്ത് നിന്നാൽ മകരവിളക്ക് തെളിയുന്നത് ഭക്തർക്ക് കാണാം. ഒപ്പം ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ പുല്ലുമേട്, വണ്ടിപ്പെരിയാർ വഴി എത്തിക്കഴിഞ്ഞാൽ മൊട്ടക്കുന്നുകൾ കൊണ്ട് സമൃദ്ധമായ പ്രകൃതി രമണീയമായ കുന്നിൻ പ്രദേശമാണ് പുല്ലുമേട് എന്ന് പറയുന്നത്. ആ പുല്ലുമേട്ടിലെ മൊട്ടക്കുന്നുകൾക്ക് മുകളിൽ നിന്ന് കഴിഞ്ഞാലും വളരെ സമീപത്തായി തന്നെ, അധികം ദൂരെയല്ലാതെ പൊന്നമ്പലമേട് ദൃശ്യമാകും. അതിനാൽ തന്നെ വളരെ വർഷങ്ങളായി പുല്ലുമേട്ടിൽ ധാരാളം അയ്യപ്പ ഭക്തന്മാർ ശബരിമല മകരവിളക്ക് കാണുന്നതിനായി കാത്തു നിൽക്കാറുണ്ട്. 2011 അവിടെ ഉണ്ടായ ദുരന്തം, അതിൽ 101ഓളം അയ്യപ്പ ഭക്തർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ഇലവുങ്കൽ, നെല്ലിമല, പരുന്തുംപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ, അട്ടത്തോട്, പാഞ്ചാലിമേട് തുടങ്ങി കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ, ഇടുക്കി കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞാലും പൊന്നമ്പലമേട് ദൃശ്യമാകും. അതിനാൽ ഈ സ്ഥലങ്ങളിലെല്ലാം പർണശാലകളും മറ്റും തീർത്ത് ധാരാളം അയ്യപ്പ ഭക്തർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മകരവിളക്കും മകരജ്യോതിയും കാണുന്നതിനായി അവിടെ കാത്തു നിൽക്കുകയാണ്. വീണ്ടും ശബരിമല സോപാനത്ത് നിന്നും 18-ാം പടിയിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അവസാനഘട്ട ഒരുക്കങ്ങൾ നടക്കുന്നു. ശ്രീ പൃഥ്വിപാൽ, ഈ തിരുവാഭരണ ഘോഷയാത്രയിൽ ഈ തവണ രാജപ്രതിനിധിയായി ശ്രീ നാരായണവർമ്മ തന്നെ എത്തുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം നാരായണവർമ്മ അദ്ദേഹം ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ അധ്യക്ഷനാണ്. ഒപ്പം 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിഷയം നടക്കുമ്പോൾ അതിശക്തമായൊരു നിലപാട് ഭക്തർക്കൊപ്പം നിന്നുകൊണ്ട് എടുക്കാൻ തൻ്റെ ഇടം കാണിച്ച ഒരു വ്യക്തിത്വമാണ് നാരായണവർമ്മ. അദ്ദേഹം തന്നെ ഈ തവണ തിരുവാഭരണത്തിനൊപ്പം രാജപ്രതിനിധിയായി എത്തുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ട വിഷയമല്ലേ? തീർച്ചയായും ഈ പ്രാവശ്യത്തെ പുണർതം തിരുനാൾ PN നാരായണവർമ്മ തമ്പുരാനാണ് നമ്മുടെ രാജപ്രതിനിധിയായിട്ട് പന്തളം കൊട്ടാരത്തിൻ്റെ ഈ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുന്നത്. അനുഗമിക്കുക എന്നല്ല പറയുന്നത്, ശരിക്കും തിരുവാഭരണ ഘോഷയാത്ര നയിക്കുന്ന
അത് രാജപ്രതിനിധിയാണ്. ആ രാജപ്രതിനിധിയുടെ നേതൃത്വത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ആളുകൾ ഈ തിരുവാഭരണ ഘോഷയാത്രയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വളരെ ലാളിത്യമുള്ള ഒരു മനസ്സിന് ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ വളരെ കൃത്യവും എല്ലാ കാര്യങ്ങളിലും ലാളിത്യവും എന്നാൽ കൃത്യതയും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. 2018 യുവതീ പ്രവേശന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നണി പോരാളിയായിട്ട് നിന്ന് ആചാര സംരക്ഷണത്തിൻ്റെ സമിതിയുടെ സ്ഥാപക നേതാവ് കൂടിയായിട്ട് അദ്ദേഹം ശശികുമാരവർമ്മയ്ക്കൊപ്പം വളരെ കടുത്ത തീരുമാനത്തിലേക്ക് എത്തുവാനായിട്ട് ഭക്തജനങ്ങൾക്ക് മുമ്പിൽ നിലയുറപ്പിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. AG ഓഫീസിൽ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലെ അണ്ടർ സെക്രട്ടറി ആയിട്ട് വിരമിച്ച ശേഷം തിരുവാഭരണ പാത സംരക്ഷണ സമിതി, ഇപ്പോൾ നമ്മൾ തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുന്ന പാത സംരക്ഷണ സമിതിയുടെ രക്ഷാധികാരി, അതിൻ്റെ സ്ഥാപക നേതാവും രക്ഷാധികാരിയുമാണ് അദ്ദേഹം. അതേപോലെ തന്നെ പന്തളം താര എന്നറിയപ്പെടുന്ന ഈ തിരുവാഭരണ പാതയിൽ അനേകം കയ്യേറ്റങ്ങളുണ്ടായിരുന്നു. തിരുവാഭരണ പാത പലയിടത്തും ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാനുള്ള ശക്തമായ തീരുമാനത്തിൻ്റെ കോടതി നടപടികൾക്കൊക്കെയായിട്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ നടപടികൾ ഏറെ ശ്രദ്ധേയമാണ്. അതുപോലെ ക്ഷേത്രാചാര സംരക്ഷണ സമിതിയുടെ സ്ഥാപക അംഗവും രക്ഷാധികാരിയുമാണ്. യുവതീ പ്രവേശന വിധിക്കെതിരെയുള്ള നാമജപ പ്രക്ഷോഭത്തിന് നേതൃത്വം വഹിക്കുവാനായിട്ട് വിവിധയിടങ്ങളിൽ അദ്ദേഹം ആ നേതൃത്വത്തിൽ ഈ നാമജപ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. കൂടാതെ ഏറ്റവും പ്രധാന ഒരു ചുമതല അദ്ദേഹം വഹിക്കുന്ന ആലുവ തന്ത്രവിദ്യാപീഠത്തിൻ്റെ രക്ഷാധികാരിയാണ്. അബ്രാഹ്മണരെയും തന്ത്രിമാരാക്കുന്ന തരത്തിലേക്ക് സ്വർഗീയ മാധവ്ജി സ്ഥാപിച്ച ആലുവയിലെ തന്ത്രവിദ്യാപീഠത്തിൻ്റെ രക്ഷാധികാരി കൂടിയാണ് അദ്ദേഹം. ശബരിമല അയ്യപ്പ സേവാ സമാജം എന്ന ദേശീയ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. ഇങ്ങനെ വിവിധ അയ്യപ്പ ഭക്ത സംഘടനകളുടെയും ആധ്യാത്മിക സംഘടനകളുടെയും കൊട്ടാരം നിർവാഹക സംഘത്തിൻ്റെ മുൻ സെക്രട്ടറിയാണ്. അനേക വർഷക്കാലം കൊട്ടാരം നിർവാഹക സംഘത്തിൻ്റെ സെക്രട്ടറി പദവി അലങ്കരിച്ചിരുന്ന ആളുകൂടിയാണ്. വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുന്ന വളരെ ലാളിത്യമുള്ള, എല്ലാവരോടും വളരെ സൗഹാർദ്ദ മനോഭാവത്തോടു കൂടി, വളരെ തൊഴുകൈകളോടുകൂടി, പുഞ്ചിരിയോടുകൂടി നേരിടുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആ വ്യക്തിത്വമാണ് ഈ പ്രാവശ്യത്തെ തിരുവാഭരണ ഘോഷയാത്രയെ നയിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം കൊട്ടാരം നിർവാഹക സംഘത്തിൻ്റെ, അതായത് അദ്ദേഹം വലിയ തമ്പുരാൻ തിരുവോണം നാൾ രാമവർമ്മ രാജ തമ്പുരാൻ്റെ പ്രതിനിധിയാണ് ആയിട്ടാണ് അദ്ദേഹം ഈ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുന്നത്. ഈ പ്രാവശ്യത്തെ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകുവാനായിട്ട് വലിയ തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വാസ്ഥ്യം കാരണം എത്തിയില്ല. ഇളയ തമ്പുരാൻ അവിട്ടം നാൾ രവിവർമ്മ രാജ തമ്പുരാനാണ് ആ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചത്. ഉടവാൾ കൈമാറിയത് ഈ അവിട്ടം നാൾ രവിവർമ്മ രാജ തമ്പുരാൻ അവറുകളാണ്. അദ്ദേഹത്തോടൊപ്പം ഈ നാരായണവർമ്മ തമ്പുരാനോടൊപ്പം കൊട്ടാര നിർവാഹക സംഘത്തിൻ്റെ ട്രഷറർ ശ്രീ പൃഥു വർമ്മ കെ പൃഥു അടക്കമുള്ള 20ഓളം അംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹായത്തിന് അദ്ദേഹത്തിനോടൊപ്പം അനുഗമിക്കുന്ന ഡോക്ടർ ഗിരീഷ് വർമ്മയടക്കം, വൈസ് പ്രസിഡന്റ് രമേശ് വർമ്മ, മനോജ് വർമ്മ, രാജേഷ് വർമ്മ, സന്ദീപ് വർമ്മയടക്കമുള്ള ധാരാളം ആളുകൾ, 20ഓളം ആളുകൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ തിരുവാഭരണ പേടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ ശരംകുത്തിയിലേക്ക് എത്തും. കാനനപാതയിലൂടെ വലിയാനവട്ടം, ചെറിയാനവട്ടം തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ ഇപ്പോൾ ശരംകുത്തി ലക്ഷ്യമാക്കിക്കൊണ്ട് ആ യാത്ര തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ ശബരിമല സന്നിധാനത്ത് നിന്ന് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ വോളണ്ടിയർമാർ, ഒപ്പം ദേവസ്വം ബോർഡിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരും സോപാനത്ത് നിന്നും ഇപ്പോൾ യാത്ര പുറപ്പെടും. ശരംകുത്തിയിലെത്തി വലിയ സ്വീകരണമാണ് ഈ ഘോഷയാത്രയ്ക്ക് നൽകുന്നത്. പിന്നീട് വാദ്യമേളങ്ങളുടെയും തീവെട്ടിയുടെയും വെളിച്ചപ്പാടുകളുടെയും ഒക്കെ അകമ്പടിയോടുകൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരുക. മനോജ് ഇപ്പോൾ മരക്കൂട്ടത്ത് നിന്നും ഒരിക്കൽ കൂടി ചേരുകയാണ്. മനോജ്, ശരംകുത്തിയിലാണ് ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വീകരണം ഈ കാനനപാതയിലൂടെ എത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ലഭിക്കുന്നത്. അവിടെ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. മരക്കൂട്ടത്തിലെ അന്തരീക്ഷം വിവരിക്കും. ഗൗതം, അല്പസമയത്തിനകം തന്നെ ഈ തിരുവാഭരണ ഘോഷയാത്ര നീലിമല കയറി നമ്മുടെ
ശബരി പീഠത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ശബരി പീഠത്തിൽ എത്തിച്ചേർന്ന ശേഷമാണ് ഈ മരക്കൂട്ടം വഴി ശരംകുത്തിയിലേക്ക് എത്തുക. ശരംകുത്തിയിലാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളും അതോടൊപ്പം തന്നെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അടക്കം ആളുകളും ചേർന്ന് സ്വീകരിക്കുക. നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഈ മരക്കൂട്ടത്ത് ഇവിടെ സ്വീകരണത്തിലായി അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നിന്നും സ്വീകരിച്ചാണ് നേരെ ശരംകുത്തിയിലേക്ക് പോകുന്നത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. ഈ ശബരി പീഠത്തിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ വരവേൽക്കുവാൻ വേണ്ടി അങ്ങനെ ഭക്തർ ഓരോരുത്തരും അങ്ങനെ നിൽക്കുകയാണ്. അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അടക്കം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ ചേർന്നാണ് ഇവിടെ നിന്നും സ്വീകരിച്ച ഈ ശരംകുത്തിയിലേക്ക് കൊണ്ടുപോകുക. 3 പേടകങ്ങളാണ് എത്തുന്നത്. നീലിമലയിൽ നിന്നും യാത്ര തിരിച്ചു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നും നിരവധി ഭക്തരുടെ അകമ്പടിയോടുകൂടി വാദ്യമേള ഘോഷങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് ഇനി ശരംകുത്തിയിൽ നിന്നും സന്നിധാനത്തേക്ക് ആ തിരുവാഭരണ ഘോഷയാത്ര പോവുക. അത്തരത്തിലെത്തുന്ന ആ പേടകങ്ങളിൽ നിന്നും തിരുവാഭരണങ്ങളെടുത്ത് അയ്യന് ചാർത്തിയുള്ള ദീപാരാധനയാണ് ഇനി വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ നമ്മൾ കാണുന്നത്. എന്തായാലും വളരെയധികം സന്തോഷത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും അങ്ങനെ ഭക്തർ കാത്തിരിക്കുന്ന നിമിഷമാണ്. ഇന്ന് ഈ തിരുവാഭരണ ഭൂഷിതനായിട്ടുള്ള അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ ഭക്തരും അങ്ങനെ എത്തിയിരിക്കുകയാണ്. എന്തായാലും അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അടക്കമുള്ള ആളുകൾ ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ വേണ്ടി ശരംകുത്തിയിലടക്കം കാത്ത് നിൽക്കുന്നുവെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മരക്കൂട്ടത്തും അങ്ങനെ ഭക്തരുടെ ചെറിയ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ തിരുവാഭരണത്തോട് ഒപ്പം എത്തിയവരാണ് പലരും. അവരെയൊക്കെ ഈ പാത വഴി പോലീസ് കടത്തി വിടുന്നുണ്ട്. പക്ഷേ ഈ പാസ് ഇല്ലാത്തവർക്ക് കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം കൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നിമിഷങ്ങൾ, അത് നേരത്തെ മിഥുൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, അന്തരീക്ഷമാകെ തന്നെ മാറിക്കഴിഞ്ഞു. ഇനിയുള്ള നിമിഷങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടേക്ക് എത്തിയിട്ടുള്ള ഭക്തർ ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമല്ലോ. ഇവിടെ സ്വീകരണമുണ്ട്. ഇവിടെ നമ്മൾ ശബരിപീഠത്തിൽ വെച്ച് സ്വീകരണമുണ്ട്. അതായത് അയ്യപ്പ സേവാ സംഘത്തിന്റെ അല്ല ദേവസ്വം ബോർഡിനാണ്. മരക്കൂട്ടം മരക്കൂട്ടം ടീമാണ്. സ്ട്രക്ചർ ടീമാണ്. അതായത് ഇവിടെയുള്ള ഭക്തർക്ക് എന്തെങ്കിലും അപകടങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ വൈദ്യസഹായം നൽകുവാൻ വേണ്ടി. അതെ, വൈദ്യസഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്തായാലും ഈ ഒരു നിമിഷത്തിലേക്കുള്ള കാത്തിരിപ്പിലാണ് എല്ലാ ഭക്തരും. അങ്ങനെ തിരുവാഭരണ ഘോഷയാത്ര എത്തുകയാണ്. അപ്പോൾ വലിയ രീതിയിലൊരു സ്വീകരണം തന്നെയാണ് നൽകുന്നത്. അതെ, വലിയ രീതിയിൽ സ്വീകരണം തന്നെയാണ് നൽകുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ തിരുവാഭരണ പേടകങ്ങൾ ചാർത്താനുള്ള മാലയാണല്ലോ. മാലയാണ്. അതെ. അപ്പോൾ ഇതിന്റെ സെക്രട്ടറി ആരാണ്? ക്യാമ്പ് ഓഫീസറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്തായാലും ഇനിയുള്ള നിമിഷങ്ങളിൽ അങ്ങനെ തിരുവാഭരണ ഘോഷയാത്ര വരുമ്പോൾ അതിനെ അനുഗമിക്കുവാൻ വേണ്ടി ഒരുപാട് ഭക്തർ അങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ പൂമാല ചാർത്തിയാണ് സ്വീകരിക്കുക. ഭജന ഉണ്ടാകും ശബരി? ഇല്ല, ഭജനയില്ല. അവിടെ നിന്നും ഞങ്ങൾ കൂടെ അങ്ങോട്ട് പോകും, സന്നിധാനത്തേക്ക് പോകും. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത് ഈ മരക്കൂട്ടം ഭാഗത്തുള്ള ഈ സ്ട്രക്ചർ ടീമാണ്. അതായത് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് തന്നെ ഈ സ്ട്രക്ചറുകൾ കൊണ്ടുപോയി വൈദ്യസഹായം നൽകുന്ന ഒരു സംഘമാണ്. അവരാണ് ഇപ്പോൾ ഈ തിരുവാഭരണ ഘോഷയാത്രയെ വരവേൽക്കുവാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നത്. ഇതിന് മുകളിലായി, അതായത് ഈ ശരംകുത്തി ഭാഗത്താണ് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അടക്കമുള്ള ആളുകൾ എത്തുക, ദേവസ്വം ബോർഡ് അംഗങ്ങൾ എത്തുക. അവിടെയൊക്കെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ ചേർന്ന് സ്വീകരിക്കും. എന്തായാലും ആദ്യഘട്ടത്തിൽ ശബരി പീഠത്തിൽ നിന്നും സ്വീകരിക്കാൻ ഒരുങ്ങുന്ന സംഘമാണ് ഈ മരക്കൂട്ടം, ഈ സ്ട്രക്ചർ ടീം. ഇവർ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും അങ്ങനെ ഈ പുഷ്പഹാരങ്ങളുമായി അങ്ങനെ കാത്തു നിൽക്കുകയാണ്. വരുന്ന 3 പേടകങ്ങളിലും ചാർത്തുവാനുള്ള ഈ പുഷ്പഹാരങ്ങളുണ്ട്. അങ്ങനെ വരുന്ന ഈ തിരുവാഭരണ ഘോഷയാത്രയെ ഈ പുഷ്പങ്ങൾ ചാർത്തി അവിടെ നിന്നും അവരുടെ കൂടെ തന്നെയാണ് ഈ സന്നിധാനത്തേക്ക് ഈ സംഘവും പോകുക. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് ഈ തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നീലിമലയിൽ നിന്നും കയറി കഴിഞ്ഞു, ഇനി ശബരിപീഠത്തിലാണ്. ശബരിപീഠത്തിൽ കുറച്ച് സമയം വിശ്രമിച്ച ശേഷമാണ് പിന്നീട് മരക്കൂട്ടം വഴി ശരംകുത്തിയിലേക്ക് പോവുക.
ശരംകുത്തിയിലും കുറച്ചു നേരം വിശ്രമിക്കും. അവിടെ നിന്നും സ്വീകരിച്ചുകൊണ്ടാണ് വാദ്യമേള ഘോഷങ്ങളുടെ അകമ്പടിയോടെ, തീവട്ടിയുടെ അകമ്പടിയോടെ അങ്ങനെ സന്നിധാനത്തേക്ക് എത്തുക. ആ സന്നിധാനത്ത് നിന്നും 18ാം പടി കയറിയെത്തുന്ന അയ്യൻ്റെ തിരുവാഭരണം, അങ്ങനെ അയ്യപ്പന് ആ തിരുവാഭരണം ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധനയാണ് ഇന്ന് വൈകിട്ട് നടക്കുന്നത്. ആ സമയമൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ശബരിമല ഒന്നാകെ തന്നെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മകരജ്യോതി ദർശിക്കുവാനായി, തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യനെ ദർശിക്കുവാനായി അങ്ങനെ ഭക്തർ ഓരോരുത്തരും കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. ആ കാത്തിരിപ്പിൻ്റെ ആ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഭക്തർ ഓരോരുത്തരും ആ തിരുവാഭരണ പേടകങ്ങളെ വരവേൽക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇവിടെ മാത്രമല്ല, വരുന്ന ഓരോ വീതികളിലും അങ്ങനെ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വലിയ വരവേൽപ്പുകളാണ് നൽകിയത്. ഈ കാനനപാത വഴി എത്തുന്ന തിരുവാഭരണം, അത് സ്വാഭാവികമായും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാജകുമാരനായി അയ്യനെ കാണാൻ കഴിയുന്ന ദിവസമാണ്. അതായത് കാനനവാസനായിട്ടുള്ള സ്വാമി അയ്യപ്പനെ രാജകുമാരനായി അങ്ങനെ തിരുവാഭരണ വിഭൂഷിതനായി കാണാൻ കഴിയുന്ന ദിവസമാണ്. ഈ ദിവസമെന്ന് പറയുന്നത് മകരവിളക്ക് കൂടി ആയതുകൊണ്ട് തന്നെ ഏറ്റവും പ്രത്യേകതയുള്ള ദിവസമാണ്, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ദിവസമാണ്. വലിയൊരു ഉത്സവമായി തന്നെയാണ് ഓരോ ജീവനക്കാരും, അതായത് ഇവിടെ ഇത്രയും ഈ മണ്ഡലകാലമൊക്കെ തന്നെ ജോലി ചെയ്ത ജീവനക്കാരാണ്. അതായത് തീർച്ചയായും അത് സേവനം എന്ന് തന്നെ പറയണം. അത്തരത്തിൽ സേവനം ചെയ്ത എത്ര വർഷമായി ഇവിടെ? 15 വർഷമായിട്ട് സേവനമാണ്. தேவசம் போர்டு சார்பாக 3 இயர்ஸ் இங்கே பண்ணிகிட்ருக்கோம், பண்ணிகிட்ருக்கோம். இது முன்னாடியே ஐயப்பா சேவா சங்கத்தில் பண்ணிகிட்டு இருந்தேன். இப்போ தேவசம் போர்டு சார்பாக 3 வருஷமாக 3 இயர்ஸ் பண்ணிகிட்ருக்கோம். അവരങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവർ ഇവിടെ ഭക്തർക്ക് സേവനം ചെയ്യുന്ന ജീവനക്കാരാണ്. അവരൊക്കെ തന്നെ ഈ തിരുവാഭരണ ഘോഷയാത്രയെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഓരോ ഭക്തരും ഈ 18ാം പടിയുടെ ഓരോ ഭാഗത്തും അങ്ങനെ ഭക്തർ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആഴിയുടെ ഭാഗത്തും അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞു നടപ്പന്തലിലൊക്കെ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്തായാലും ഇവരോരോരുത്തരും ഇപ്പോൾ പോകുന്നത് ശബരിപീഠത്തിലേക്കാണ്. ശബരിപീഠത്തിലെത്തുന്ന ഈ തിരുവാഭരണ ഘോഷയാത്രയെ വരവേൽക്കുവാൻ വേണ്ടിയാണ് ഭക്തർ പോകുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇവിടെ സേവനം ചെയ്തു വരുന്ന ജീവനക്കാരാണ്. എന്തായാലും ഇനിയുള്ള നിമിഷങ്ങൾ ഈ ശരണമന്ത്രമുഖരിതമായിട്ടുള്ള ശബരിമലയിൽ ഇനി അയ്യന് ചാർത്തുവാനുള്ള തിരുവാഭരണത്തെ വരവേൽക്കുവാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഭക്തരും. ഇനിയുള്ള സമയമെന്ന് പറയുന്നത് ആ മകരജ്യോതി ദർശനത്തിനായി തുടിക്കുന്ന മനസ്സുകളാണ്. ഓരോ ഭക്തരുടെയും കണ്ണിൽ അങ്ങനെ തന്നെയാണ്. എവിടെ നിന്ന് കഴിഞ്ഞാൽ മകരജ്യോതി ദർശിക്കുവാൻ കഴിയുമെന്ന് ഓരോ ഭക്തരും അങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിൽ നേരത്തെ തന്നെ ഗൗതം സൂചിപ്പിച്ചിരുന്നു, ഓരോ സ്ഥലങ്ങളുടെ കാര്യവും പറഞ്ഞിരുന്നു, എവിടെയൊക്കെ നിന്നാലാണ് മകരജ്യോതി ദർശിക്കുവാൻ സാധിക്കുക എന്നുള്ളത്. അത്തരത്തിൽ ശബരിമല ക്ഷേത്രത്തിന് സമീപം തന്നെ, അതായത് ഈ 18ാം പടിക്ക് താഴെ തന്നെ നിരവധി ഭക്തർ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പർണശാലകൾ കെട്ടി ഭജനമിരുന്നു കൊണ്ട് ഇവിടെ കാത്തിരിക്കുന്ന ഭക്തരുണ്ട്. അത് ഈ ശബരിമലയിൽ മാത്രമല്ല, വിവിധയിടങ്ങളിൽ ഇങ്ങോട്ടേക്ക് എത്തുന്ന പല ഇടങ്ങളിലും അങ്ങനെ പൊന്നമ്പലമേട് ലക്ഷ്യമാക്കി അവിടെ തെളിയുന്ന മകരജ്യോതി ലക്ഷ്യമാക്കി കാത്തിരിക്കുന്ന ഭക്തർ. ഇന്ന് ഈ ഒരു സന്ധ്യാസമയമെന്ന് പറയുന്നത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭക്തിസാന്ദ്രമായിട്ടുള്ള അനുഭൂതി നൽകുന്ന നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ, ആ ജ്യോതി അങ്ങനെ തെളിയുമ്പോൾ അവിടെ ഉയരുന്ന ശരണമന്ത്ര ധ്വനികൾ, അത് തന്നെയാണ് ഓരോ ഭക്തരുടെയും മനസ്സിൽ കുടിയിരിക്കുന്ന ആ അയ്യൻ്റെ ആ ഒരു അനുഭൂതി. മകരജ്യോതി ദർശിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി എന്ന് പറയുന്നത് അത് ഓരോ വർഷവും ശബരിമലയിൽ ദർശനം നടത്തി ഈ മകരവിളക്ക് കാണുന്ന ഓരോ ഭക്തനും മനസ്സിലാകും. കാരണം പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് ആ അനുഭവം എന്ന് പറയുന്നത്. അത്തരത്തിൽ മകരവിളക്ക് ദർശിക്കുവാൻ വേണ്ടി എത്തുന്ന ഭക്തർ ഇപ്പോഴും അങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ കൂടെ വരുന്ന ഓരോ ഭക്തരും അങ്ങനെ ഇപ്പോഴും ഈ മരക്കൂട്ടം വഴി ശബരിമലയിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ ശബരി പീഠത്തിലേക്ക് ഈ തിരുവാഭരണ ഘോഷയാത്ര എത്തുമ്പോൾ അവിടെ വരവേൽക്കുവാനായുള്ള സംഘം ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ മുതിർന്ന അംഗങ്ങളടക്കം നേരെ വരുന്നത് ശരംകുത്തിയിലേക്കാണ്. ശരംകുത്തിയിലാണ് അവിടെ നിന്നും സ്വീകരിച്ചുകൊണ്ട് ആനയിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു രാജപ്രതിനിധി, അത്തരത്തിൽ ഉള്ള ആളുകളൊക്കെ തന്നെ ഈ തിരുവാഭരണ ഘോഷയാത്രയെ നയിച്ചു കൊണ്ടുവരുമ്പോൾ കൃത്യമായും അതിനെ വരവേൽക്കേണ്ട മുതിർന്ന ഉദ്യോഗസ്ഥരായാലും ഈ ദേവസ്വം ബോർഡിൻ്റെ ആയാലും അതോടൊപ്പം തന്നെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ആയാലും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് ഈ 18ാം പടി കയറി എത്തുന്ന ആ തിരുവാഭരണ പേടകമെന്ന് പറയുന്നത്. അതായത് 3 പേടകങ്ങൾ വരുന്നതിൽ ഒരു പേടകം 18ാം പടി കയറി അങ്ങനെ ആ ശ്രീകോവിലുള്ള അയ്യന് ചാർത്തുവാനുള്ള ആ തിരുവാഭരണങ്ങൾ അത് ചാർത്തി ഉള്ള ദീപാരാധന തന്നെയാണ്.
എത്തുക. മകരവിളക്ക് ദർശനം എന്ന് പറയുന്നത് ഒരു മണ്ഡലകാലം ഈ മകരജ്യോതി, അതായത് ഈ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക, മകരവിളക്ക് ദർശനം എന്ന് പറയുന്നത് ഒരു മണ്ഡലകാലം മുഴുവൻ കാത്തിരുന്ന്, ഒരു വർഷക്കാലം മുഴുവൻ കാത്തിരുന്ന് ഓരോ ഭക്തരും അങ്ങനെ കാത്തിരുന്ന് വരുന്ന ദിവസമാണ്. ആ ദിവസത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞറിയിക്കുന്നതിന് അപ്പുറമാണ് എന്നുള്ളത് തന്നെ. അതായത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു കാനന ക്ഷേത്രമാണ്. ഈ കാനന ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കാടും മേടുമൊക്കെ താണ്ടി അങ്ങനെ ഭക്തരെത്തുന്നത് അയ്യനെ ദർശിക്കുവാനും ഈ വിളക്ക് ദിനത്തിലെത്തുന്നത് ആ മകരവിളക്ക് ദർശിക്കാനും ഒക്കെ ആയിട്ടാണ്. അങ്ങനെ എത്തുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ മറ്റൊന്നുമല്ല, അവരുടെ മനസ്സിലുള്ളത് ആ അയ്യൻ്റെ തിരുരൂപം തന്നെയാണ്. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി അവരോരോരുത്തരും ഈ മണ്ഡലകാലം മുഴുവൻ കാത്തിരുന്നു കൊണ്ട് ആ മകരവിളക്കിന് കാത്തിരുന്നെത്തുന്ന ഓരോ ഭക്തരും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. അവരുടെ മനസ്സിൽ ആ അയ്യൻ്റെ തിരുരൂപം, ആ മകരവിളക്ക് തെളിയുമ്പോൾ ഉണരുന്ന അവരുടെ മനസ്സ്, അവരുടെ ഉള്ളിൽ അങ്ങനെ തെളിയുന്ന തിരുരൂപം അത് തന്നെയാണ്. ആ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത അനുഭൂതി തന്നെയാണ് ഓരോരുത്തർക്കും ലഭിക്കുക. ഈ ഒരു മണ്ഡലകാല പരിസമാപ്തിയിലും അത് തന്നെയാണ്. ഈ ഒരു മണ്ഡലകാലം കഴിയുമ്പോൾ ഇനിയൊരു വർഷം ഓരോ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു വർഷം ആരംഭിക്കുകയാണ്. ആ വർഷത്തിൽ നിന്നും അടുത്ത മണ്ഡലകാലത്തിലേക്കുള്ള കാത്തിരിപ്പ്, ഇനി എങ്ങനെയാണ് ശബരിമലയിലേക്ക് എത്താനാവുക എന്നുള്ളതും അതിനെക്കുറിച്ചുള്ള ചിന്തയും അവരുടെ മനസ്സുകളിലുണ്ടാവും. ഇപ്പോഴും നമുക്ക് കാണാം അങ്ങനെ പ്രായം എത്രയായാലും അല്ലെങ്കിൽ വയസ്സൊന്നുമല്ല ഈ ശബരിമലയിലേക്ക് എത്തുവാൻ അയ്യൻ എന്നുള്ള ആ ഒരു ശക്തിയെ തിരിച്ചറിയുവാൻ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. എവിടെ നിന്നാണ് വരുന്നത്? അടൂരിൽ നിന്ന്. ഇപ്പോൾ എത്ര കാലമായി ശബരിമലയിലേക്ക്? 2-3 വർഷമായിട്ട് സ്ഥിരം വരുന്നുണ്ട്. അപ്പോൾ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? യാത്ര എൻ്റെ പ്രയാസം അനുസരിച്ച് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ മകരവിളക്ക് ദർശനത്തിനും. അതോടൊപ്പം തന്നെ ഇന്ന് തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പനെ ദർശിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ആ ഒരു ഭാഗ്യം കൂടെ സന്തോഷം ഭഗവാനെ കാണുന്നുണ്ട്, സന്തോഷം. അങ്ങനെ ഓരോ ഭക്തരും അങ്ങനെ. എത്ര വയസ്സുണ്ട്? എനിക്ക് 73. അങ്ങനെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇനി ദർശനത്തിനായിട്ട് പോവുകയാണ്. ഇനി മകരവിളക്കാണ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു. അതെ 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 അതെ. അപ്പോൾ ഈ ദിവസം കാത്തിരുന്ന് തന്നെ നമ്മൾ വരാൻ ശ്രമിച്ചു. തീർച്ചയായിട്ടും 10ാമത്തെ വർഷമാണ് കാൽനടയായിട്ട് പന്തളത്തു നിന്ന് വരുന്നത്. എൻ്റെ പേര് ശരത്ത് എന്നാണ്, കോടിമലയാണ് വീട്. അപ്പോൾ അങ്ങനെ തിരുവാഭരണ ഘോഷയാത്രയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. എൻ്റെ വീടും പന്തളത്ത്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അല്ലാതെ വന്നിട്ടുണ്ട്, അല്ലാതെ 30 വർഷം വന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ തിരുവാഭരണത്തിൻ്റെ കൂടെ ആദ്യമായിട്ട്. തീർച്ചയായും തിരുവാഭരണത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള സ്വാമിമാരാണ്. അവരൊക്കെ തന്നെ ഇപ്പോൾ ദർശനത്തിനായി പോവുകയാണ്. എന്തായാലും തിരുവാഭരണ ഘോഷയാത്രയുടെ കൂടെ നിരവധി ഭക്തരാണ് ഈ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അവർ എത്തുമ്പോൾ അവരുടെ മനസ്സിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഈ മകരവിളക്ക് ദിവസമാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ഈ ശബരിമലയിലെത്തി അയ്യപ്പനെ ദർശിക്കുക എന്ന് പറയുന്നത് ഓരോ ഭക്തനെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് ഏറ്റവും കൂടുതൽ ആത്മസംതൃപ്തി നൽകുന്ന ദിവസം കൂടെയാണ്. ഈ ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അങ്ങനെ ശരണമന്ത്ര മുഖരിതമായ ശബരിമലയിൽ സന്നിധാനത്ത് എത്തി അയ്യനെ ദർശിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം, അത് ഓരോ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും അവർ കാത്തിരിക്കുന്നത് അത് തന്നെയാണ്. ഏതായാലും ഇനിയുള്ള നിമിഷങ്ങളെന്ന് പറയുന്നത് ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രമായി അങ്ങനെ തിരുവാഭരണ ഘോഷയാത്രയെ വരവേൽക്കുവാൻ വേണ്ടി ഓരോ കണ്ണുകളും കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. അങ്ങനെ കൈകൂപ്പി തൊഴുതുകൊണ്ട് ആ മണികണ്ഠൻ്റെ ആ തിരുവാഭരണങ്ങൾ അങ്ങനെ വരവേൽക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഓരോ ഭക്തരുമാണ് നമുക്ക് ഈ സന്നിധാനത്തും പല ഭാഗങ്ങളിലായി കാണാൻ സാധിക്കുന്നത്. അതിൽ കേരളത്തിലെ മാത്രമല്ല, അതായത് ഈ കേരളത്തിന് പുറത്തുള്ള ഒരുപാട് സംസ്ഥാന